ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ എന്ന് പറയുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും തന്നെ ഡ്രൈവിംഗ് ചെയ്യാനായിട്ടുള്ളൊരു ശ്രമം അല്ലെങ്കിൽ വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു ശ്രമം എല്ലാവരും തന്നെ നടത്താറുണ്ട്. അത് പ്രായഭേദമന്യേ സ്ത്രീ പുരുഷ ഭേദമന്യേ ഒക്കെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ടും ചെയ്യാറുണ്ട്. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് പ്രായം കൂടിയ പല ആൾക്കാർക്കുള്ളൊരു പ്രശ്നമാണ് വണ്ടി കൃത്യമായിട്ട് ഓടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. അതൊരു ടൈം കഴിഞ്ഞിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഉണ്ടാകുന്നത്. എന്നാൽ ഏകദേശം ഒരു 35-നും ഒരു 60 വയസ്സിനും ഇടയിൽ വരുന്ന പ്രായമുള്ള ആൾക്കാർക്ക് കാറ് ഏറ്റവും എളുപ്പത്തിൽ ഓടിച്ചു പഠിക്കാനായിട്ടുള്ള, അതായത് നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി ഏറ്റവും എളുപ്പത്തിൽ വണ്ടി ഓടിച്ചു പഠിക്കാനായിട്ടുള്ള ചില ടെക്നിക്കുകളും ട്രിക്കുകളുമാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. നിങ്ങൾ ജസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതിനുശേഷം ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഒരുപാട് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാൻ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഒറ്റ കാര്യം നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുകയാണ്. കാർ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് പ്രായം ഒരു ഘടകമല്ല. ഇത് നിങ്ങളെ വെറുതെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യമല്ല. നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യവും കാഴ്ചശക്തിയും നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എത്ര പ്രായമായിക്കോട്ടെ നിങ്ങൾക്ക് കാർ ഡ്രൈവിംഗ് ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് കഴിയുന്നതാണ്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരേ ഒരു കാര്യമെന്ന് പറയുന്നത്, നമ്മൾ ചെറുപ്പത്തിൽ ഡ്രൈവിംഗ് പഠിക്കുന്നതുമായിട്ട് ഒരുപാട് വ്യത്യാസം നമ്മൾ ഒരു ഏജ് കഴിയുമ്പോൾ കാർ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഉണ്ടാകും. അതിപ്പോൾ കാർ ഓടിക്കുക എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും തീർച്ചയായിട്ടും ഉണ്ടാകും. അപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ പിള്ളേരൊക്കെ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന സമയത്ത് ഒരു 10 ക്ലാസ്സൊക്കെ കൊണ്ട് അത്യാവശ്യം വണ്ടി അവർ ഓടിച്ചു തുടങ്ങും. എന്നാൽ ഒരിക്കലും വണ്ടി ഓടിക്കുന്നതിൽ ഒരു മികച്ച ഡ്രൈവർ ആകത്തില്ല. അത് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ നിരന്തരമായിട്ട് 1-2 വർഷമൊക്കെ ഓടിക്കുമ്പോഴാണ് നമ്മൾ ഒരുവിധം നല്ല രീതിയിൽ ഒരു വണ്ടി ഓടിച്ച് തുടങ്ങുന്നത്. കാരണം നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളാണ് വണ്ടി ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഇച്ചിരി ഏജ് കൂടി എന്ന് കരുതി ചെറുപ്പത്തിൽ പിള്ളേർ പഠിക്കുന്ന സമയത്ത് ഒരു 10 ക്ലാസ് കൊണ്ട് അത്യാവശ്യം അവരായെങ്കിൽ നിങ്ങൾക്കത് ചിലപ്പോൾ ഒരു 20 ക്ലാസ് അല്ലെങ്കിൽ 30 ക്ലാസ് ചിലപ്പോൾ എടുക്കേണ്ടി വരും. അല്ലെങ്കിൽ അത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു മനോഭാവത്തോടു കൂടി നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ഇറങ്ങുക. ഇനി നിങ്ങൾ വീഡിയോ വളരെ ശ്രദ്ധയോടെ കാണുക. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ ഇതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാല് ബ്രേക്കിൽ വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഞാനിതേ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, അതിനുശേഷം വണ്ടി മൂവ് ആക്കാനായിട്ട് ഫസ്റ്റ് ഗിയർ ഇടുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക. അതിനുശേഷം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഞാനിതേ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ക്ലച്ച് നയിച്ച് ഇതേ ലൈറ്റായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുകയാണ്. ഇവിടെ ആ ഒരു ടൈമിൽ ഞാനിത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഇങ്ങനെ റോഡിലേക്ക് ഇറങ്ങുന്നു. ഇനി നിങ്ങൾ ജസ്റ്റ് ഞാൻ വണ്ടി ഓടിക്കുന്നത് വളരെ ശ്രദ്ധയോടെ ഒന്ന് കാണുക. ഇതേ വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, സെക്കൻഡിലേക്ക് ഇടുന്നു, വീണ്ടും ക്ലച്ചിൽ നിന്ന് കാലയച്ചു, ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, ഇതേ ക്ലച്ച് ഔട്ടുന്നു, തേർഡിലേക്ക് ഇടുന്നു. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരാനായിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരുന്നത്. വീണ്ടും വണ്ടിക്ക് മൂവ് ആക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, ഫോർത്തിലേക്ക് ഇടുന്നു. നിങ്ങൾ എൻ്റെ കാല് പോകുന്ന ആ ഒരു മെത്തേഡ് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് ഫുട് പെഡൽ ഇപ്പോൾ ബ്രേക്ക് വരുന്നു, അതിനുശേഷം വീണ്ടും ഇതേ ക്ലച്ച് ഔട്ടിട്ട് ഗിയർ ഒന്ന് ഡൗൺ ചെയ്ത് തേർഡിലേക്ക് ഇടുന്നു, ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഫ്ലോറിൽ വെക്കുന്നു, വീണ്ടും ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു, വീണ്ടും ബ്രേക്കിലേക്ക് വരുന്നു, ക്ലച്ച് ചവിട്ടുന്നു, ഗിയർ ഒന്ന് ഡൗൺ ചെയ്യുന്നു, ഇവിടെ ഒരു ചെറിയ ഹമ്പുണ്ട്, സെക്കൻഡിലേക്ക് ഇടുന്നു, വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു, തേർഡിലേക്ക് വരുന്നു. ആ ഒരു സെയിം ടൈമിൽ എൻ്റെ കാല് ബ്രേക്കേ വന്ന് വണ്ടി ഞാനൊന്ന് സ്ലോ ചെയ്യുകയാണ്. കാരണം ഇവിടെ ജംഗ്ഷൻ വന്നു, തേർഡിൽ നിന്ന് ഡയറക്റ്റ് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടിട്ട് ഇതേ ഇവിടുന്ന് ഞാൻ റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ കൊടുത്ത് ടേൺ എടുക്കുന്നു. ഞാൻ നിങ്ങളെ ഈ കാര്യം ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് കാണിച്ചത് നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കാനാണ്. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഞാനിപ്പോൾ വണ്ടി ഓടിച്ച സമയത്ത് എൻ്റെ ഫുട് പെഡൽ കൺട്രോൾ ചെയ്തപ്പോൾ വളരെ വേഗത്തിൽ ബ്രേക്കിൽ നിന്ന് ആക്സിലറേറ്റർ പെഡലിലേക്കും ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും ഒക്കെ ഞാനിങ്ങനെ വരുന്നുണ്ട്. ഒപ്പം സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതിനനുയോജ്യമായിട്ട് ഗിയർ ഇടുന്നുണ്ട്. അപ്പം നമ്മളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു താളത്തോടെ
നമ്മൾ വണ്ടി ഓടിക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഒരേപോലെ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ലേറ്റൻസി ഉണ്ടാകാനായിട്ട് പാടില്ല. ലേറ്റൻസി ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാര്യം, കാർ ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുമ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് ബ്രേക്കിൽ നിന്ന് എടുത്ത് കാല് ആക്സിലറേറ്ററിലേക്ക് വരാനായിട്ട് ഒരു ലേറ്റൻസി വരും. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ മനസ്സിലാക്കേണ്ടത് ഈ കാര്യങ്ങൾ വളരെ വേഗത്തിൽ ചെയ്യാനായിട്ടുള്ള ഒരു പ്രാക്ടീസ് നിങ്ങളാക്കിയെടുക്കുക. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഒരു വണ്ടി ഇത്തരത്തിൽ ഒരു സൈഡിൽ ഒതുക്കി നിർത്തിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ വലത്തെ സൈഡിൽ കാണുന്നത് ആക്സിലറേറ്ററാണ്. നമുക്ക് വണ്ടിക്ക് വേഗത കൂട്ടാനും ആക്സിലറേഷൻ കുറച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ വേഗത കുറയും. ഈ സെൻറ്ററിലുള്ളത് ബ്രേക്കാണ്. അപ്പോൾ ഈ ആക്സിലറേറ്ററും ബ്രേക്കും നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മളുടെ വലത്തെ കാല് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ഈ ബ്രേക്ക് പെഡലിനോട് ചേർന്ന് ഈ ഒരു ഭാഗത്ത് നിങ്ങളുടെ വലത്തെ കാല് വെക്കുക. ഉറപ്പിച്ച് വെക്കണ്ട, ജസ്റ്റ് ഫ്രീ ആക്കി വെച്ചേക്കുക. ഒന്ന് ചെറുതായിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷൻ പെഡലിലേക്ക് വരാനായിട്ട് ഇത് ഇങ്ങനെ വരിക. അപ്പോൾ നമുക്ക് വളരെ വേഗത്തിൽ വരാം. ആക്സിലറേഷനിൽ നിന്ന് ബ്രേക്കിലേക്ക് വരാനും എളുപ്പമുണ്ട്. ബ്രേക്കിൽ നിന്ന് ആക്സിലറേഷനിലും ഇതേ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് വളരെ വേഗത്തിൽ നമുക്ക് മാറി വരാനായിട്ട് സാധിക്കും. ഇനി എങ്ങനെയാണ് ക്ലച്ച് ഉപയോഗിക്കേണ്ടത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട വിധം കാണിച്ചു തരാം. ഓക്കെ, ഇപ്പോൾ എൻ്റെ കാല് ബ്രേക്കേ വരുന്നു. ക്ലച്ച് ചവിട്ടിയിട്ട് ഞാനിത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അതിനുശേഷം ക്വിക്കായിട്ട് നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് എപ്പോഴും ഫസ്റ്റ് ഗിയറിൽ തന്നെ വണ്ടി എടുക്കുക. അതിന് നമ്മൾ ഗിയർ തെറ്റാതിരിക്കാനായിട്ട് ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിച്ച്, ന്യൂട്രൽ പോയിന്റിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് പിടിച്ച് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ പ്രോപ്പറായിട്ട് വരും. ഇപ്പോൾ ഫസ്റ്റ് ഗിയറിലേക്ക് വീണിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾ വണ്ടി മുന്നോട്ട് എടുക്കുന്ന സമയത്ത് ഇത് ഞാൻ വളരെ വേഗത്തിൽ ചെയ്യുന്ന ആ ഒരു മെത്തേഡ്, ഇതേ ബ്രേക്കിൽ നിന്ന് നമ്മൾ കാലെടുത്ത് ഇതേ ആക്സിലറേറ്റർ പെഡലിലേക്ക് വെക്കുന്നു. അതിനുശേഷം നമുക്ക് വണ്ടിയെ മുന്നോട്ട് മൂവ് ആക്കാനായിട്ട് എന്ത് ചെയ്യാം, ക്ലച്ചിൽ നിന്ന് പതുക്കെ കാലയച്ച് ഹാഫ് ക്ലച്ചിന് പോയിന്റ് കണ്ടുപിടിക്കുക. അതെ, ക്ലച്ചിൽ നിന്ന് കാലയച്ച് ഞാൻ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ വരുന്നു. അതിനുശേഷം നമ്മൾ വീണ്ടും ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ അയക്കുമ്പോൾ വണ്ടി മുന്നോട്ട് മൂവ് ആകും. മൂവ് ആകുന്ന ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ലൈറ്റായിട്ട് ആക്സിലറേഷനും കൂടെ മുന്നോട്ട് കൊടുക്കുക. ഇപ്പോൾ വണ്ടി ഇതേ മൂവായി. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇനി ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ക്ലച്ചിൽ നിന്ന് നമ്മൾ കാലെടുത്ത് ഇവിടെ താഴെ വെക്കുന്നു. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ക്ലച്ച് കാല് വെച്ചേക്കുക. ഫസ്റ്റ് ഗിയറിൽ നിന്ന് ഇനി അടുത്തൊരു ഗിയർ നമുക്ക് ഷിഫ്റ്റ് ചെയ്യണം. അതിന് നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുക. മൂവ് ആയതിനു ശേഷം ആക്സിലറേഷൻ കുറയ്ക്കുക. ശേഷം നമ്മൾ ക്ലച്ച് പിടിക്കുക, സെക്കൻഡിലേക്ക് ഇടുക. അപ്പോൾ നമ്മൾ ഈ ക്ലച്ചിൻ്റെ മേളിൽ ജസ്റ്റ് തുടക്കത്തിൽ പഠിക്കുന്ന ടൈമിൽ കാലൊന്ന് വെക്കുന്നതിൽ തെറ്റില്ല. സാധാരണ വണ്ടി നമ്മൾ നന്നായിട്ട് ഓടിക്കുന്നവർ അങ്ങനെ ചെയ്യാറില്ല, ആവശ്യാനുസരണമാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾ അങ്ങനെയൊന്ന് വെച്ചേക്കും. ഇപ്പം ക്ലച്ചിൽ നിന്ന് കാലയച്ചു, നമ്മൾ അടുത്തൊരു ഗിയറിലേക്ക് ഇട്ടു, വീണ്ടും ഇതേ ഇവിടെ ഒരു ഇറക്കം വന്നു, എൻ്റെ കാല് ഇതേ ബ്രേക്കിലേക്ക് വരുന്നു, കണ്ടില്ല? അപ്പോൾ ഇവിടെ നിന്ന് ബ്രേക്ക് പെഡലിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ ചേർത്ത് വെക്കുന്നതുകൊണ്ട് എനിക്കിതേ ഈ ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് മെല്ലെ വളരെ വേഗത്തിൽ തന്നെ ഇതേ എനിക്ക് ബ്രേക്കിലേക്ക് വരാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ്ടും മൂവ് ആക്കാനായിട്ട് ഇതേ ആക്സിലറേഷൻ കൊടുക്കുന്നു, വീണ്ടും സ്ലോ ചെയ്യാനായിട്ട് ഇതേ ബ്രേക്കിലേക്ക് വരുന്നു, കണ്ടില്ലേ? അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് നമുക്ക് വളരെ വേഗത്തിൽ ലേറ്റൻസി ഇല്ലാതെ ചെയ്യാനായിട്ട് കഴിയണം. അപ്പോൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ അത് കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ഞാൻ ക്ലച്ചേ കാല് വെച്ചേക്കുന്നത് നിങ്ങൾക്ക് വണ്ടി ഓടിച്ച് പഠിക്കാനായിട്ടുള്ള ഒരു ട്രിക്കിന് വേണ്ടിയാണ്. ഒരുപാട് ക്ലച്ച് താങ്ങിയാൽ ക്ലച്ചിന് കംപ്ലൈൻറ്റ് വരും. ജസ്റ്റ് നിങ്ങൾ മേളിലൊന്ന് വെച്ചാൽ മതി. കാരണം നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങുന്ന ഒരു തുടക്കക്കാരെ സംബന്ധിച്ച് നമുക്ക് ക്ലച്ച് എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു കാര്യം പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് വീണ്ടും മൂവ് ആക്കുന്നു. അതിനുശേഷം ആക്സിലറേഷൻ കുറയ്ക്കുന്നു, ക്ലച്ച് ഔട്ടുന്നു, തേർഡിലേക്ക് ഇടുന്നു. പെട്ടെന്ന് തന്നെ ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഇപ്പോൾ മൂന്നാമത്തെ ഗിയറിലാണ് നമ്മളിതേ വണ്ടിയായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് അനുസരിച്ച് നിങ്ങൾ വേണം ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട്. അപ്പം ക്ലച്ചിൽ വരുന്നതും ബ്രേക്കിൽ വരുന്നതും ആക്സിലറേറ്ററിൽ വരുന്നതും ഈ ഒരു സ്പീഡ് അനുസരിച്ച് നിങ്ങൾ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ തുടക്കക്കാർ, ഏജ്ഡ് ആയിട്ടുള്ളവർ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതിനിടയിൽ നമുക്ക് കംഫർട്ടായിട്ടുള്ള ലെവലിൽ ഡ്രൈവ് ചെയ്യുക. ഇപ്പോൾ ഉദാഹരണം പറയാം, നിങ്ങൾക്കൊരു ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഗിയർ ഇട്ട് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ശേഷിയുള്ളൂ, അല്ലെങ്കിൽ ഗിയർ ഡൗൺ ചെയ്ത് ഓടിക്കാനായിട്ടുള്ള ഒരു ശേഷിയുള്ളൂ. ആ ഒരു സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ. ആ സ്പീഡിൽ തന്നെ നിങ്ങൾ ഡെയിലി ഓടിക്കുക. ഡെയിലി നമ്മൾ ആ ഒരു ഗിയർ ഇട്ട് നമ്മൾ ഓടിക്കുന്നതിലൂടെയുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ, കുറച്ച് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഓരോ ദിവസം നമുക്ക് കോൺഫിഡൻറ്റ് കൂടും. അപ്പോൾ നമുക്ക് അടുത്തൊരു ഗിയർ ഇടാനായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ശേഷി നമുക്ക് വരും. അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ എല്ലാ ഗിയറും ഇടണ്ട. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നീ ഗിയറുകൾ യൂസ് ചെയ്യുക. ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ് എന്നിങ്ങനെ റോഡ് മനസ്സിലാക്കി നിങ്ങൾ ഗിയർ ഡൗൺ ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഗിയർ അപ്പ് ഷിഫ്റ്റിനെ കുറിച്ചും ഡൗൺ ഷിഫ്റ്റ് നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം ഞാൻ വണ്ടി ഇവിടെ ക്ലച്ചും ബ്രേക്കും ചവിട്ടി വണ്ടി സ്ലോ ചെയ്തു. ഓക്കെ, ആ ഒരു സമയത്ത് എൻ്റെ കാലിൻ്റെ മൂവ്മെൻറ്റ്സ് വളരെ വേഗത്തിലാണ് വന്നത്. അപ്പം ആ ഒരു മെത്തേഡൊക്കെ നിങ്ങൾ ഓർക്കുക. ഇനി നിങ്ങൾ ഗിയർ അപ്പും ഡൗണും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് 3 ഗിയറുകളിൽ ആദ്യം ഓടിക്കുക. ഓടിച്ചൊരു കോൺഫിഡൻ്റ് ആയതിനു ശേഷം 4th ഉം 5th ഒക്കെ ഉപയോഗിക്കുക. അപ്പം
ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മളൊരു നിരപ്പ് റോഡിൽ നിന്ന് മുന്നോട്ട് എടുത്തു പോകുന്ന സമയത്ത് റോഡ് സ്ട്രെയിറ്റ് ആണെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ്, തേർഡ് 3 ഗിയറുകൾ ഈസി ആയിട്ട് ഇടാം. ഇപ്പോൾ ഉദാഹരണം പറയാം, ഫസ്റ്റ് കൊടുത്ത് ഞാൻ ഇങ്ങനെ അങ്ങ് എടുത്തു, ക്ലച്ച് നയിച്ച് ആക്സിലറേഷൻ കൊടുത്ത് ഞാനിങ്ങനെ വണ്ടി എടുത്തു. വീണ്ടും ഞാൻ വണ്ടിക്ക് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആണ്, ക്ലച്ച് ചവിട്ടി സെക്കൻഡിലേക്ക് ഇടുന്നു. വീണ്ടും ആക്സിലറേഷൻ കൊടുത്ത് വണ്ടിക്ക് മൂവ് ആക്കുന്നു. റോഡ് സ്ട്രെയിറ്റ് ആയി തേർഡ് ഗിയറിലേക്ക് ഇട്ടു. ഇപ്പം നമ്മളിങ്ങനെ തേർഡ് ഗിയറിൽ പോവുകയാണ്. അപ്പോൾ ഇത് ഇവിടെ ഒരു ഹമ്പ് വന്നു. അപ്പം നമുക്ക് ഈ ഹമ്പ് കയറി ഇറങ്ങി പോകാനായിട്ട് തേർഡിൽ പോകുന്ന സമയത്ത് വണ്ടി ഓഫ് ആകുമെന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? തേർഡിൽ നിന്ന് ഗിയർ ഡൗൺ ചെയ്ത് കുറച്ചും കൂടെ ടോർക്ക് കൂടിയ പവർ കൂടിയ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു. ഇനി സെക്കൻഡിലും പോകുന്നില്ല, മുന്നിലൊരു കയറ്റം വരുന്നു, കയറത്തില്ല എന്ന് തോന്നിയാൽ നമുക്ക് പിന്നെ ഇടാൻ പറ്റുന്നത് എപ്പോഴും ഫസ്റ്റ് ഗിയറാണ്. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് വണ്ടി ഓടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ഓടിച്ചാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത്, നമ്മളൊരു പരമാവധി വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് സ്പീഡിലൊന്നും നമുക്ക് ഓടിക്കേണ്ടതായിട്ട് വരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കൺട്രോളും തുടക്കത്തിൽ എളുപ്പത്തിൽ കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങളൊരു വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇനി ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ തുടക്കത്തിൽ അപകടം ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റും കൂടെ പറയാം. നമ്മളൊരു വണ്ടിയെ സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുക്കാനും അതോടൊപ്പം തന്നെ ഒരു വണ്ടിയെ നിർത്താനുമായിട്ടാണ് നിങ്ങൾ നല്ല രീതിയിൽ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്. കാരണം ഓടിച്ചു പോകുന്ന സമയത്ത് പെട്ടെന്നൊന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് നമ്മുടെ വണ്ടി നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് ഗിയർ കൊടുക്കുക, ബ്രേക്കിൽ നിന്ന് കാലെടുക്കുന്നു, നമ്മളിത് ആക്സിലറേറ്റർ പെഡലിലേക്ക് വെച്ചിട്ട് മെല്ലെ ക്ലച്ചിൽ നിന്ന് അയച്ച് നമ്മളിത് വണ്ടി ഇങ്ങനെ നിരപ്പ് റോഡിൽ എടുക്കുകയാണ്. ലൈറ്റായിട്ട് ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ എടുക്കുന്നു. ഇനി വണ്ടി നിർത്തുന്ന സമയത്ത് എന്ത് ചെയ്യണം? നമ്മളിത് ക്ലച്ച് അങ്ങ് ചവിട്ടി പിടിക്കുക, ബ്രേക്കിലേക്ക് വരിക. കണ്ടോ? അപ്പോൾ നമ്മൾ പെട്ടെന്നൊരു വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ക്ലച്ച് ഔട്ടുക, അതിനുശേഷം ബ്രേക്കിലേക്ക് വരിക. നിങ്ങളെ ഒന്നുകൂടെ കാണിച്ചു തരാം. ഞാൻ ക്ലച്ചിൽ നിന്ന് അയച്ച് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്നിട്ട് വണ്ടി ഇങ്ങനെ മൂവ് ആക്കുന്നു. ആവശ്യമുണ്ടെങ്കിൽ ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഇങ്ങനെ എടുത്തു. ഇനി വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ക്ലച്ച് ഔട്ടുക, അതിനുശേഷം ബ്രേക്കിലേക്ക് വരിക. കണ്ടില്ലേ? അപ്പോൾ നമുക്ക് വണ്ടിയെ വളരെ വേഗത്തിൽ നിർത്താനും എടുക്കാനും കഴിയും. ഇത് നിങ്ങൾ കൃത്യമായിട്ടും കൃത്യമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇനി നമുക്ക് വണ്ടി വളരെ വേഗത്തിൽ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് വണ്ടിയെ നിർത്തേണ്ടത്. ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു, ഇപ്പോൾ തേർഡിലേക്ക് ഇട്ടു. ഇപ്പോൾ നമ്മൾ നല്ല സ്പീഡിൽ ഒരു 30 കിലോമീറ്റർ വേഗത ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വണ്ടി ഒന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ആദ്യം ബ്രേക്കേ വന്ന് വണ്ടി ഇങ്ങനെ സ്ലോ ചെയ്തിട്ട് ക്ലച്ച് ഔട്ടുക. നമ്മൾ ആദ്യം ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നത് എന്താണ്? വണ്ടിക്ക് സ്പീഡ് കൂടുതലായതുകൊണ്ട് ബ്രേക്കേ വന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു, അതിനുശേഷം ക്ലച്ച് ചവിട്ടി വണ്ടി നിർത്തുന്നു. എന്നാൽ പതുക്കെ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ്? ക്ലച്ചിൽ നിന്ന് അയച്ച ആക്സിലറേഷൻ കൊടുത്ത് ഇങ്ങനെ വണ്ടി എടുക്കുന്നു. അപ്പോൾ വണ്ടി നിർത്താൻ നേരത്ത് ആദ്യം നമ്മൾ ക്ലച്ചാണ് ചവിട്ടുന്നത്, കാരണം പതുക്കെയാണ് വണ്ടി പോകുന്നത്. അതിനുശേഷം നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി നിർത്തും. അപ്പോൾ സ്പീഡിലാണ് പോകുന്നതെങ്കിൽ ബ്രേക്ക് ചെയ്ത് വണ്ടി സ്ലോ ചെയ്യുക, അതിനുശേഷം ക്ലച്ച് ചവിട്ടി നിങ്ങൾ വണ്ടിയെ നിർത്താനായിട്ട് ശ്രമിക്കുക. ഇനി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാം. നിങ്ങൾ കൃത്യമായിട്ടും 15 ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക, ഡിലേ വരുത്തരുത്. അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിലും 1 മണിക്കൂറെങ്കിലും വണ്ടി ഓടിക്കുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളൊരു 10 ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പല കാര്യങ്ങൾ നിങ്ങൾക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ബാലൻസ് ചെയ്യാനായിട്ട് കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡ്രൈവിങ്ങിലെ ക്ലച്ചിൻ്റെ ബാലൻസിങ്. അത് നമ്മളൊരു കയറ്റത്തെടുക്കുന്നതും ഒരു കയറ്റത്തോടു കൂടിയ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ ടേൺ എടുക്കുന്ന സമയത്തുള്ള ഒരു ബാലൻസിങ്, വണ്ടി ഓടിച്ചു പോകുന്ന സമയത്തുള്ള വണ്ടി ഇടയ്ക്ക് വണ്ടി സ്ലോ ചെയ്യാനായിട്ട് ലൈറ്റായിട്ടൊന്ന് ക്ലച്ച് താങ്ങി ബ്രേക്ക് വരുന്ന രീതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നത് ആ ഒരു ടൈമിലാണ്. അതുകൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ 15 ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിന് ശേഷമുള്ള ക്ലാസ്സും നിങ്ങൾ ഡിലേ വരാതെ അറ്റൻഡ് ചെയ്യുന്നതാണ് ഏറ്റവും മികച്ച ഒരു കാര്യം. അപ്പോൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റം ഡ്രൈവിങ്ങിൽ ഉണ്ടാകും. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഈ ഒരു വീഡിയോടൊപ്പം തന്നെ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. പക്ഷേങ്കിൽ വീഡിയോയുടെ ലെങ്ത് കൂടും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ഡ്രൈവിംഗ് ടിപ്സ് ചാനലിൽ സ്റ്റിയറിംഗ് കൺട്രോൾ, ഗിയർ ഷിഫ്റ്റിംഗ്, ഫുഡ് പെഡലിൻ്റെ കൺട്രോളിങ്, ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ്, റൈറ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ്, ഫ്രണ്ട് ജഡ്ജ്മെൻറ്റ്, ബാക്ക് സൈഡ് ജഡ്ജ്മെൻറ്റ്, അങ്ങനെ നിരവധി ഡ്രൈവിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ നമ്മുടെ ഈ ചാനൽ ചെയ്തിട്ടുണ്ട്. ഓരോ വിഷയം വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്തിട്ടേക്കുന്നത്. അപ്പം നിങ്ങൾ വീഡിയോകളെല്ലാം കൂടെ ഒന്ന് എടുത്ത് കാണാനായിട്ട് ശ്രമിക്കുക. കണ്ടിട്ട് നിങ്ങൾ വണ്ടി ഡെയിലി ഓടിക്കുന്ന സമയത്ത് ഈ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ വണ്ടി ഓടിക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ഓൾ അമർത്തി കൊടുക്കുക. അപ്പോഴേ ഞാൻ ഇങ്ങനെ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.